ഒരിക്കൽ സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. പേര്? എൻ്റെ ചോദ്യം പേര് റഷീദ്. എൻ്റെ ചോദ്യം, ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണോ അതല്ല തൗഹീദാണോ എന്നുള്ളതാണ്. ഏതായാലും സംശയം തീരുന്നവരെ ചോദ്യത്തിന് അവസരമുണ്ട് എന്ന് ബഹുമാന്യൻ സ്റ്റേജിൽ നിന്ന് വ്യക്തമാക്കിയത് കൊണ്ടാണ് ഞാൻ ചോദ്യത്തിലേക്ക് വന്നത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. സംശയം തീർന്നാൽ സംശയം തീർന്നു എന്ന് പറയണം, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് സംശയം തീർന്നില്ല എന്നും പറയണം. സംശയം തീർത്ത് നമുക്ക് സംശയം തീർത്തരാം. അപ്പോൾ ഇവിടെയുള്ള സുഹൃത്തിന്റെ ഒന്നാമത്തെ ചോദ്യം, ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണോ അല്ലേന്ന്. വിഷയാവതരണം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടിരുന്നെങ്കിൽ ഈ സംശയം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. വിഷയാവതരണം ഒന്ന് നന്നായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ സംശയം ഒരിക്കലും എന്റെ സുഹൃത്ത് ചോദിക്കുമായി. കാരണം ഇവിടെ വിഷയാവതരണത്തിൽ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ്. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, എന്താകട്ടെ, ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. പാടില്ല എന്ന് വെറുതെ പറയല്ല. വിശുദ്ധ ഖുർആനിലെ ആയത്ത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽദുൽ ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീലാ ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ. ഖുൽ, നബിയെ താങ്കൾ പറയൂ, ഉദുഉൽ ലദീന സഅംതും മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കിയ നിങ്ങളുടെ ഇലാഹുകളോട്, നിങ്ങളുടെ ആരാധനാമൂർത്തികളോട് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീലാ, നിങ്ങളുടെ പ്രയാസത്തെ നീക്കുവാനോ നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥയിൽ ഒരു മാറ്റം വരുത്തുവാനോ അവർക്ക് സാധിക്കുന്നതല്ല, അവർക്ക് കഴിയുകയില്ല. ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മൂർത്തികൾ തന്നെ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരും റബ്ബിലേക്ക് അടുക്കുവാനുള്ള മാർഗം അന്വേഷിക്കുന്നവരുമാണ്. അവരിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ വരെ എന്ന് മാത്രമല്ല, വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു, അവർ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കൊതിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്. തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെടേണ്ടതാണ് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഉലൈക അല്ലദീന യദൂന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ തന്നെ അള്ളാഹുവിന്റെ സാമീപ്യം തേടുന്നവരാണെന്ന് പറഞ്ഞുവല്ലോ. ഇങ്ങനെ ഈ ആയത്ത് അവതരിക്കുവാനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഖാല നസലത് ഫീ നഫരിൻ മിനൽ അറബ്, അറബികളായ ഒരു സംഘം ആളുകളുടെ കാര്യത്തിൽ അവതരിച്ചതാണ്. കാനൂ യഅ്ബുദൂന നഫറൻ മിനൽ ജിന്നി, അവര് ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ ആരാധിച്ചവരായിരുന്നു. ഫഅസ്ലമൽ ജിന്നിയൂന, എന്നാൽ ആ ജിന്നുകൾ മുസ്ലിങ്ങളായി മാറി. വൽ ഇൻസുല്ലദീന കാനൂ യഅ്ബുദൂനഹും, എന്നാൽ അവർ മുസ്ലിമായി വിവരമറിയാതെ ചില ആളുകൾ അവരോട് ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, നേർച്ച വഴിപാട് അർപ്പിക്കാൻ തുടങ്ങി, അവരോട് ആവലാദികൾ ബോധിപ്പിക്കാൻ തുടങ്ങി. ഫനസലത് ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. ആ ഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചു തന്നത്. അഥവാ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അഥവാ ആ ജിന്നുകൾ അവര് അള്ളാഹുവിന്റെ സാമീപ്യം തേടുന്നവരാണ്, റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗം അന്വേഷിച്ച് മുസ്ലിമായവരാണ്. അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് തെറ്റാണ്, കുറ്റകരമാണ്. ഇനി അതെല്ലാവരും മുസ്ലിങ്ങളായിട്ടില്ലെങ്കിലും ആ ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, തേടാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾ മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നു, മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, റിഫായി ശൈഖെ രക്ഷിക്കണേ. അതല്ല എങ്കിൽ ഒരാൾ പാടുന്നു, വമൻ യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി ശർമൻ ലിഅഫ്വതിഹി അജബ്തുഹു മുസ്രിഅൻ
من أجل دعوته فليدعو يا عبد القادر محي الدين. ആരെങ്കിലും എന്റെ പേര് 1000 വട്ടം വിളിച്ചാൽ എങ്ങനെ വിളിക്കണം? ഒറ്റക്കിരുന്നു കൊണ്ട് വിളിക്കണം, ഖൽവത്തിലായിരുന്നു വിളിക്കണം, ഏകാഗ്രതയോടെ വിളിക്കണം, മനസാന്നിധ്യത്തോടെ വിളിക്കണം. അങ്ങനെ ആരെങ്കിലും എന്റെ പേര് 1000 വട്ടം വിളിച്ചാൽ, യാ ശൈഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിച്ചാൽ തീർച്ചയായും അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് ഖുത്ബിയത്തിൽ പാടിയിട്ട് ഒരാൾ പാതിരാത്രിയിൽ കഥകടച്ചിരുന്ന് യാ ശൈഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിക്കുകയാണ്. അത് ശിർക്കാണ്, അത് കുഫ്റാണ്. വേറൊരു മുസ്ലിയാരും മാറി നിന്നുകൊണ്ട് ഖുത്ബിയത്ത് ഓതുന്നതിന് മുമ്പ് കുറെ ജിന്നുകളുടെ പേര് പറയുന്നു, കുറെ അർവാഹുകളുടെ പേര് പറയുന്നു, എന്നിട്ട് അവരോട് തേടുന്നു, ആവലാദികൾ ബോധിപ്പിക്കുന്നു. എങ്കിൽ അതും ശിർക്ക് തന്നെയാണ്, സംശയമില്ല. ജിന്നിനോട് പ്രാർത്ഥിച്ചാലും ഇനി അതല്ല, വേറെ ഒരാൾ മാറിയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അയാളെ പ്രാർത്ഥന എന്നറിയോ? യാ ജിബ്രീലു യാ മീകായിൽ യാ ഇസ്രാഫീൽ യാ സുറായിൽ. അയാൾ പ്രാർത്ഥിക്കുന്നത് യാ ജിബ്രീൽ ജിബ്രീലിനെ വിളിച്ചുകൊണ്ടാണ്, യാ മീകായിൽ മീകായിലിനെ വിളിച്ചുകൊണ്ടാണ്, യാ ഇസ്രാഫീൽ ഇസ്രാഫീലെ എന്ന് വിളിച്ചുകൊണ്ടാണ്, യാ അസ്രായിൽ അസ്രായിലിനെ എന്ന് വിളിച്ചുകൊണ്ടാണ്. എന്തിനാ അസ്രായിലിനെ വിളിച്ചത് നമുക്ക് പിടിയിട്ടില്ല. ആയിക്കോട്ടെ, അസ്രായിലെ എന്ന് വിളിച്ചുകൊണ്ടാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്. എങ്കിൽ അതും ശിർക്ക് തന്നെയാണ്, കുഫ്ർ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ജിന്ന് ഒഴിവാണ് എന്ന് ഒരാളും മനസ്സിലാക്കേണ്ടതില്ല. അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കിക്കോ, ജിന്നിനോട് മാത്രമല്ല, മലക്കിനോട് മാത്രമല്ല, മനുഷ്യനോട് മാത്രമല്ല, കല്ലിനോട് മാത്രമല്ല, മരത്തോട് മാത്രമല്ല, അള്ളയല്ലാത്ത ഏതു പടപ്പിനോട് പ്രാർത്ഥിച്ചാലും അത് ശിർക്കാണ്, അത് കുഫ്റാണ്. അതിലൊരു മുസ്ലിമിന് സംശയമുണ്ടാകാൻ പാടില്ല, തർക്കിക്കാനും പാടില്ല. എന്റെ സുഹൃത്ത് അദ്ദേഹം അത് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി അദ്ദേഹം ചോദിച്ചു കൊള്ളട്ടെ. ഖേദപൂർവം പറയട്ടെ, മനസ്സിലാക്കാമായിരുന്നു, പക്ഷെ ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞതെങ്കിൽ എൻ്റെ ചോദ്യത്തിൽ പ്രാർത്ഥന എന്നുള്ള ഒരു വാക്കുപോലും ഞാൻ ഉപയോഗിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അത് തൗഹീദാണോ ശിർക്കാണോ? വിളിച്ചിട്ടും വിളിക്കാതെയും പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ഞാൻ ചോദിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാണ്. ഞാൻ പ്രാർത്ഥനയെന്ന് പറഞ്ഞപ്പോഴും, ഞാൻ പ്രാർത്ഥനയെന്ന് സൂചിപ്പിച്ചപ്പോഴും ഞാൻ ഉദ്ദേശിച്ചതും താങ്കൾ ചോദിച്ച സഹായതേട്ടം തന്നെയാണ്. താങ്കൾ ചോദിച്ച സഹായതേട്ടം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോഴും ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി എന്ന് സഹോദരൻ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും അയാൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. അത് മുജാഹിദുകൾ വെറുതെ പറഞ്ഞതാണോ? അല്ല, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. കാരണം ആദം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് റബ്ബിനോടാണ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാതെ ജിന്നിനോടല്ല. അതുപോലെ തന്നെ നമുക്കറിയാം അയ്യൂബ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. അയ്യൂബ് അലൈഹിസ്സലാം സഹായം തേടിയത് അള്ളാഹുവിനോടാണ്. ആ സഹായതേട്ടം എന്താണ്? റബ്ബി അന്നീ മസ്സനി അദ്ദുർറു വഅന്ത അർഹമുർ റഹീമീൻ. റബ്ബിനോടാണ്, രക്ഷിതാവിനോടാണ്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച പ്രവാചകന്മാരെല്ലാം തൗഹീദ് പറയാൻ വന്ന ആളുകളാണ്, തൗഹീദ് പഠിപ്പിക്കാൻ വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം പിശാചിക്കലുള്ള സ്ഥലമായ ബാത്റൂമിലേക്ക് കയറുമ്പോൾ പോലും അള്ളാഹുവിനോട് അഭയം ചോദിക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുഥി വൽ ഖബായിസ്. മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പിശാചുക്കളിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് അഭയം ചോദിക്കുകയാണ്, റബ്ബേ നിന്നോട് അഭയം ചോദിക്കുകയാണെന്ന് പ്രാർത്ഥിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജിന്നിനോട് പ്രാർത്ഥിച്ചിട്ടില്ല, ജിന്നിനോട് സഹായം തേടിയിട്ടില്ല, മലക്കിനോട് പ്രാർത്ഥിച്ചിട്ടില്ല, മലക്കിനോട് സഹായം തേടിയിട്ടില്ല. അതുപോലെ തന്നെ മരിച്ചു മൺമറഞ്ഞു പോയ മഹത്തുക്കളോട് പ്രാർത്ഥിച്ചിട്ടില്ല, അവരോട് സഹായം തേടിയിട്ടില്ല. അതുകൊണ്ട് പ്രാർത്ഥന വേറെ, സഹായതേട്ടം വേറെ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ജിന്നിനോട് സഹായം തേടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജിന്നിനെ കാണുമോ? നിങ്ങൾ ജിന്നിനെ കാണോ? എങ്കിൽ എന്താ ജിന്നെ, സുഖാണോ എന്ന് ചോദിക്കായിരുന്നു. കാണുന്ന ജിന്നിനോട്, കണ്ട ജിന്നിനോട് എവിടുന്നാ വരുന്നത്, എന്താ നിന്റെ പേര് എന്ന് സംസാരിക്കാമായിരുന്നു. പക്ഷേ ജിന്നിന്റെ രൂപത്തിൽ കാണുകയില്ലല്ലോ. പിന്നെയോ എന്തിനാണ് ജിന്നിനോട് തേടേണ്ടത്?
എന്തിനാണ് ജിന്നിനോട് തേടേണ്ടത്? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ ജിന്ന് ചെലുത്തുന്ന സ്വാധീനങ്ങൾ അല്ലെങ്കിൽ പിശാച് ചെലുത്തുന്ന സ്വാധീനങ്ങൾ, ആ സ്വാധീനങ്ങളെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ചു തന്നപ്പോൾ ആ ജിന്നിൽ നിന്ന് അല്ലെങ്കിൽ പിശാചിൽ നിന്ന്, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പഠിപ്പിച്ചത് അള്ളാഹുവിനോട് അഭയം ചോദിച്ചുകൊണ്ട് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അല്ലാതെ പിശാച് ഉപദ്രവിക്കുമെന്ന് കണ്ടാൽ പിശാചെ എന്നെ ഉപദ്രവിക്കരുതേ എന്ന് പിശാചിനോട് പറയാൻ അള്ളാഹു എന്നോട് പറഞ്ഞില്ല, അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞില്ല. ജിന്നുണ്ട് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ, ആ ജിന്ന് നിങ്ങളുമായി ഇടപഴകുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു മാറണം, അല്ലെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾ ജിന്നിനോട് ഈ രൂപത്തിലേക്ക് വർത്തിക്കണം എന്ന നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നിനോടുള്ള പെരുമാറ്റ മര്യാദകൾ എന്ന നിലക്ക് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ സൃഷ്ടിയുണ്ട് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു തന്നു. ആ സൃഷ്ടിയുടെ ഉപദ്രവങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു തന്നു. ആ സൃഷ്ടി വിഭാഗത്തിന്റെ പ്രത്യേകത ഇതാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു തന്നു. അവിടെ നിന്ന് ആ പിശാചുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചു തന്നു. ആ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. എന്നാൽ അള്ള പഠിപ്പിച്ചത് പോരാ എന്ന് മനസ്സിലാക്കുന്ന ചില ആളുകളുണ്ട്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ എന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അവർ ശൈഖന്മാരോട് പ്രാർത്ഥിക്കും, അള്ളയല്ലാത്തവരോട് ദുആ ചെയ്യും, അതുപോലെ തന്നെ ഈ പറയുന്ന മലക്കുകളോട് പ്രാർത്ഥിക്കും, അതുപോലെ തന്നെ ജിന്നുകളോട് പ്രാർത്ഥിക്കും. ഏതായിരുന്നാലും ഒരു മുസ്ലിമിന് അത്തരത്തിലുള്ള ഒരു നിലപാടും ആ നിലപാടിനോടൊന്നും യോജിക്കുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു മുവഹിദ് പ്രാർത്ഥിക്കേണ്ടത്, അവന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അയാൾ ഇറക്കി വെക്കേണ്ടത് റബ്ബിനോടാണ്, അള്ളാഹുവിനോടാണ്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അനസ് മൗലവി, വീണ്ടും വിഷയത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ വ്യതിചലിച്ചോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ഞാൻ ഉദ്ദേശിച്ചത് പ്രാർത്ഥന സഹായതേട്ടമാണ് എന്നാണ്. ഞാൻ ഉദ്ദേശമൊന്നും പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം ചോദിക്കുവാൻ പറ്റില്ലേ? ചോദിക്കുന്നത് ശിർക്കാണോ തൗഹീദാണോ എൻ്റെ ചോദ്യം. അതിലിടക്ക് സംസാരത്തിൻ്റെ മറുപടിയുടെ ലാസ്റ്റ് എന്തിനാണ് ആവോ സഹായം ചോദിക്കുന്നത് എന്നുള്ളൊരു പരാമർശം നിങ്ങൾ നടത്തിയത് കണ്ടു. അപ്പോൾ സഹായം ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പറ്റുമെങ്കിലല്ലേ എന്തെല്ലാം ചോദിക്കാം, എന്തെല്ലാം ചോദിച്ചുകൂടാ എന്ന ചർച്ചയിലേക്ക് പോകേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. അതുകൊണ്ട് വളരെ ദയവ് ചെയ്തിട്ട് ആ വിഷയത്തിലേക്ക് വരണം. കാരണം നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ വാശിയല്ല, കാര്യങ്ങൾ മനസ്സിലാക്കലാണ്, അതിനാണ് ചോദിക്കുന്നത് എന്ന് ബഹുമാന്യനോട് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഒറ്റ മറുപടി കിട്ടിയാൽ നന്നായിരുന്നു. മറുപടി പറഞ്ഞു കഴിഞ്ഞു. ബോധമുള്ള ആളുകൾക്ക് അത് മനസ്സിലായി. വീണ്ടും ചില ആളുകൾ പറയാണ്, ഞാൻ ഉദ്ദേശിച്ചതുപോലുള്ള മറുപടി ആയില്ല, അതാവൂല. ഞാൻ ഉദ്ദേശിച്ചവർ, അഥവാ ഒരു ഖാദിയാനി വന്നിട്ട് ചോദിക്കാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പ്രവാചകനുണ്ടോ എന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രവാചകനില്ല. മറുപടി ശരിയായിട്ടില്ല. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം നബി വരുമോ എന്നാണ് എന്റെ ചോദ്യം. രണ്ടാമത് പിന്നെയും മറുപടി പറഞ്ഞു, ഇല്ല, വരില്ല. എന്റെ ഉദ്ദേശത്തിന് ഞാൻ മനസ്സിൽ കരുതിയതുപോലുള്ള ഉത്തരമായില്ല. അതുകൊണ്ട് ഇനിയും ഞാൻ ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പ്രവാചകനുണ്ടോ? 100 വട്ടം ചോദിച്ചാലും ഇല്ല എന്നാണ് മറുപടി. ഇസ്ലാമിൽ ഉള്ളതിനനുസരിച്ചല്ലേ മറുപടി പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഓരോരുത്തർ ഉദ്ദേശത്തിനനുസരിച്ച് മറുപടി പറയാൻ പറ്റുമോ? ഓരോരുത്തർക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, അതിനനുസരിച്ച് മറുപടി പറയാൻ പറ്റുമോ? ഇസ്ലാമിലുള്ളതിനനുസരിച്ചാ മറുപടി പറഞ്ഞത്. എവിടെയാ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫൽ അൻകും വലാ തഹ്വീലാ ഉലൈക الذين يدعون يبتغون الى ربهم الوسيله ايهم اقرب ويرجون رحمته ويخافون عذابه ان عذاب ربك كان محذورا. ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ജിന്നിനോട് സഹായം തേടാൻ പാടില്ല, ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ജിന്നിനോട് സഹായം തേടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറഞ്ഞത്. അപ്പൊ ഖുർആനിലെ ആയത്താ ഞാൻ ഓതി പറഞ്ഞത്, എന്റെ അഭിപ്രായമല്ല. ഇനി വേണോ? വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നു, വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ ജിന്നുകളോട് അഭയം ചോദിക്കുന്നു.
ആ സന്ദർഭത്തിൽ അവരുടെ ഗർവ് വർദ്ധിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയാണ് ആരുടെ? ആ ജിന്നുകളുടെ ഗർവ് വർദ്ധിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. കാന മിൻ ആദത്തിൽ അറബി ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ അറബികളുടെ സമ്പ്രദായം ഇദാ നസലു ബിമകാനിൻ ഫിൽ ഖഫ്രി, അവരെ സംബന്ധിച്ചിടത്തോളം വിജനമായ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അവർ ഇറങ്ങിയാൽ യസ്തഈദൂന ബിഅദീമി ദാലികൽ മകാൻ മിനൽ ജിന്നി, ആ പ്രദേശത്തുള്ള ആ ജിന്നുകളുടെ നേതാവിനോട് അവർ അഭയം ചോദിക്കും. അയുസീബഹും ബിമാ യസൂഉഹും, അവർക്ക് അവിടെ ബാധിക്കാനുള്ള പ്രയാസങ്ങളെ തൊട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ഇറങ്ങിയാൽ ചിലർ മുഹീദ്ദീൻ ശൈഖ് കാക്കട എന്ന് പറയുന്നത് പോലെ, മമ്പുറന്തങ്ങളി എന്ന് പറയുന്നത് പോലെ, അതുപോലെ കസ്കസ്കലയൂസതൊക്കെ പറഞ്ഞ് കുറെ ജിന്നിന്റെ പേര് കുത്തുബിയത്ത് നോക്കിയാൽ കാണാം. അപ്പൊ ആ രൂപത്തിലുള്ള ഈ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നത് പോലെ, തേടുന്നത് പോലെ, സഹായം തേടുന്നത് പോലെ, അഭയം തേടുന്നത് പോലെ ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ അവർ വിജനമായ പ്രദേശത്ത് എന്നാൽ ജിന്നിനോട് വിളിച്ചു പറയും, ജിന്നെ എന്നെ ഈ പ്രദേശത്തുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് അവർ തേടുമായിരുന്നു. ആ രൂപത്തിൽ അവർ പ്രവർത്തിച്ചു. ആ ശൈത്താൻ പിശാചുക്കളിൽ നിന്നുള്ള ആ ഭയം കൊണ്ട് പിശാചുക്കളോട് തന്നെ അവരോട് തന്നെ അവർ അഭയം ചോദിക്കുമായിരുന്നു. ആ ഘട്ടത്തിൽ ജിന്നുകൾക്ക് മനുഷ്യരായ ആളുകൾ വരെ ഞങ്ങളോട് ആണ് തേടുന്നത്, ഞങ്ങളോടാണ് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളോടാണ് തേടുന്നത്, ഞങ്ങളോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ വിഡ്ഢിത്തവും അവരുടെ ഗർവമൊക്കെ വർദ്ധിച്ചു എന്ന് അതേ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിന് പുറമെ നിരവധി അനവധി മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ പറ്റുമോ? പറ്റില്ല. ഇബ്ലീസിനോട് സഹായം തേടാൻ പറ്റുമോ? പറ്റില്ല. മലക്കിനോട് സഹായം തേടാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ തന്നെ മനുഷ്യരോട് മരിച്ചു മൺമറഞ്ഞവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റില്ല. അവരുമായി ബന്ധപ്പെടാനുള്ള മാർഗം നമുക്ക് തുറന്നു കിട്ടിയിട്ടില്ല. ആ രൂപത്തിൽ വളരെ വ്യക്തമായി ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. അല്ലാഹ് തന്നെ പ്രഖ്യാപിക്കാൻ പറയുന്നത്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല. അപ്പോൾ വളരെ വ്യക്തമാണ് മറുപടി. ഇതാണ് ഇസ്ലാം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോ തുടക്കത്തിൽ എൻ്റെ ചോദ്യം ചെറിയൊരു തെറ്റിദ്ധരിപ്പിക്കലിന് അനസ് മൗലവി ശ്രമിക്കുന്നോളിയും ചെറിയൊരു സംശയം. കാരണം ഇത് പറയാൻ കാരണം, ഞാൻ ഉദ്ദേശിച്ച രൂപത്തിലുള്ള മറുപടി വേണമെന്ന് ഞാൻ പരാമർശിച്ചു എന്ന് അനസ് മൗലവി പറഞ്ഞു. അതെൻ്റെ പേരുള്ള ചെറിയ കളവാണ്. ഏതായാലും കുനും ആ സ്വാദിക്കുകയും സത്യം പറയുന്നവരെ കൂടെ ആവണം എന്നുള്ള മുഅ്മിനീങ്ങൾ പരസ്പരം ഉപദേശം ആവശ്യമാണല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം, ഏതായാലും ഇപ്പോൾ വിഷയത്തിലേക്ക് അനസ് മൗലവി വന്നിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റില്ല, കുറെ നീട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും പറ്റില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അപ്പോ ബഹുമാന്യനായ സക്കരിയ സലാഹി പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ ഈ ശിർക്ക് ചെയ്യുന്ന ഒരു സക്കരിയ സലാഹി സംഘടനയിൽ ഉണ്ടായിരിക്കെ തൗഹീദും ശിർക്കും എന്നുള്ള ഒരു ബാനറിൽ നമ്മൾ സംസാരിക്കുന്നതിൽ ഇത്രമാത്രം ഉചിതമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അടുത്ത ഒരു ചോദ്യം. ചില സന്ദർഭത്തില് ചിലത് അല്ലാഹ് പറയിക്കല. എന്റെ പേരിൽ ഒന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ആയത്ത് ഓതി, പകുതി ഓതിയത് ഞാൻ മുഴുവൻ ഓതി തരാം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനു മഅസ് സ്വാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ, അല്ലാഹനെ സൂക്ഷിക്കുക, വകൂനു മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കുക. നിങ്ങൾ ഒരു കളവാണ് പറഞ്ഞത്. സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞു. സക്കരിയ സലാഹി ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു, താങ്കൾക്ക് അങ്ങനെ വാദമുണ്ടോ? അങ്ങനെ വാദമുണ്ട് എന്നാ സക്കരിയ സലാഹി പറയണമെങ്കിൽ ഈ മൈക്ക് സക്കരിയ സലാഹിയുടെ നേരെയായിരിക്കും തിരിച്ചു വെക്കുക. ഇനി അങ്ങനൊരു വാദം ആര് പറഞ്ഞാലും അവരുടെ നേരെ മൈക്ക് തിരിച്ചു വെക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ച സുഹൃത്തിന്, ആ സുഹൃത്തിനോട് ഞങ്ങൾക്ക് വളരെ മാന്യമായി പറയാനുള്ളത്, സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. അങ്ങനെ സക്കരിയ സലാഹിക്ക് വാദമുണ്ട്, ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്നാണ്. അതിനുള്ള തെളിവ് അദ്ദേഹം ഉന്നയിക്കട്ടെ. മറ്റൊരു കളവ് കൂടി ഞാൻ
ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞോ? ആയിക്കോട്ടെ, ജിന്നിനോട് സഹായം തേടാം എന്ന വാദമുള്ള ആളാണ് സക്കരിയ സലാഹി. ഒരുപാട് പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. പറഞ്ഞിട്ടില്ല സഹായം ചോദിക്കുന്നത് പൊട്ടന്മാരെ, അത് തൗഹീദിന് പുറത്തല്ല എന്ന് മടവൂരികളെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്ന പ്രസംഗം ഒരുപാട് വീണുകളുണ്ട്. വേണ്ടെങ്കിൽ ഇവിടെ വിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ അതിന്റെ തെളിവ് വായിക്കാം. പുസ്തകത്തിൽ നിന്നല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തേക്ക് ചാടിയ പോരെ. സക്കരിയ സലാഹി അത് പറഞ്ഞു എന്ന്. സക്കരിയ സലാഹി പറഞ്ഞു, ഹാത്തു ബുർഹാനക്കും തെളിവ് താന്നാ ചോദിച്ചത്. സക്കരിയ സലാഹി പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ പ്രസംഗം പോയിട്ട് പ്രസംഗിച്ചിട്ട് അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹത്തെ പ്രസംഗത്തിന് ഇനി വിളിക്കരുത് എന്ന് പോലും പറഞ്ഞത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിപ്പ് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. അത് സദസ്സിൽ വെറുതെ ഒരു മോശമായ രീതിയിൽ നിങ്ങൾ ആക്കണോ എന്നുള്ള രീതിയിലാണ് ഞാനിത് കേൾപ്പിക്കാൻ തയ്യാറാകാത്തത് എന്നും ഞാൻ പറയുകയാണ്. സക്കരിയ സലാഹി പറഞ്ഞു എന്നുള്ളതിനാ തെളിവ് വേണ്ടത്. സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് അവനെ പ്രസംഗിക്കാൻ ക്ഷണിക്കരുത് എന്ന് അബ്ദുൽ ഖാദർ മൗലവി, അതായത് നിങ്ങളുടെ സെക്രട്ടറി ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത് പോലും കേൾപ്പിക്കാൻ എനിക്ക് കഴിയും എന്നാണ് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞോ ഇല്ലയോ എന്നല്ല, സക്കരിയ സലാഹി പ്രസംഗിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞുതരാം, അവിടെ ഇരിക്കും, വിഷമിക്കണ്ട. ഇനി അതല്ല, അതെച്ചാല് നമ്മുടെ സാധാരണ ചില ആളുടെ മുഖാമത്തിൽ ഒരു എര കിട്ടിയാൽ അങ്ങോട്ട് കൊളുത്തി വലിക്കല. അതറിയാത്തോണ്ടല്ല നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹത്തെ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു അദ്ദേഹം വേറൊരു ട്രെയിനിങ്ങിലേക്ക് പോവാണ്. ആയിക്കോട്ടെ, ഇതിപ്പോ വാല് പൊക്കുമ്പോൾ അറിയാം ഇതെന്തിനായി പോണത് എന്നുള്ള വിവരം നമുക്കറിയാം. അപ്പോ നാട് നീളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയിട്ടോ അല്ലാതെയോ ആണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിന് സക്കരിയ സലാഹി ജിന്നൊന്നുമല്ല വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? സക്കരിയ സലാഹി പറഞ്ഞു എന്നാണോ? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. സക്കരിയ സലാഹി പറയട്ടെ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്, മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 കൊടുത്തിൽ ഈ 5 മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് ഇതാണ് ദീനീ പ്രവർത്തനം. എന്നിട്ടോ ഇവിടെ ഉണ്ടേ, പിന്നെ കേട്ടോളൂ നിങ്ങള്. ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഏർപ്പെടുന്നു പറഞ്ഞ തെളിവില്ലാന്നാണ് ഞാൻ എഴുതിയത്. സാൽവേഷൻ വിതരണം ചെയ്ത പുസ്തകത്തിൽ കാണാം. എന്നിട്ട് അത് എന്റെ പേരിൽ ആരോപിച്ചിരിക്കാം. അപ്പോ അവിടെ എനിക്ക് സമാധാനപ്പെടുക, ഇങ്ങനെ ബേജാറായല്ലേ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോ എന്ന് വെച്ചാൽ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് സക്കരിയ സലാഹി പറയാ എന്ത്? ജിന്നിനോടും മലക്കിനോടും ആവൽഘട്ടങ്ങൾ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ട് മടവൂരികൾ പറഞ്ഞു. അത് സർവ്വ മടവൂരികളെയും ഞാൻ വെല്ലുവിളിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പോ മടവൂരികൾ മാത്രമല്ല, ഖുറാഫികളെ ഞാൻ വെല്ലുവിളിക്കാണ് എന്ന് കൂട്ടി വായിച്ചോളൂ, അല്ലെങ്കിൽ സമസ്തക്കാരെ വെല്ലുവിളിക്കാണ് കൂട്ടി വായിച്ചോളൂ. എന്താണ് മാന്യ സഹോദരങ്ങളെ? ഇവിടെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിക്കാലോ, നിങ്ങൾക്ക് എങ്ങനെ വാദമുണ്ടോ? ജിന്നിനോട് സഹായം തേടാമെന്ന വാദം സക്കരിയ സലാഹി നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ എന്ന് സക്കരിയ സലാഹി പറയുകയാണെങ്കിൽ മുജാഹിദുകൾ പറയുന്നു സക്കരിയ സലാഹിക്ക് മറുപടി പറയാൻ ഞങ്ങളുണ്ട്. ഏതുപോലെ ഇത് സക്കരിയ സലാഹി അല്ല, ഇരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന വ്യക്തി, ഈ വ്യക്തി അറിയാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് എന്താണെന്നറിയോ? നെല്ലിക്കുത്ത് എന്നാണ്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എന്നാണ്. ഷെയ്ഖുൽ ഹദീസ് എന്ന് പറയുന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ
ഇയാൾ ജിന്നുമായി ബന്ധപ്പെട്ടൊരു കളവ് പറഞ്ഞിട്ടുണ്ട്. ആ ജിന്നുമായി ബന്ധപ്പെട്ട കളവ് ആരുടെ പേരിലാ പറഞ്ഞെന്നറിയോ? സാക്ഷാൽ ഇബ്ലീസിന്റെ പേരിൽ വരെ എന്തിനു വേണ്ടി അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന വിഷയത്തിൽ, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന വിഷയത്തിൽ സാക്ഷാൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അദ്ദേഹം പറയാണ്, ഇബ്ലീസ് പറഞ്ഞത്രേ സുജൂദ് അള്ളാഹുവിന് മാത്രം എന്ന് ഇബ്ലീസ് പറഞ്ഞു എന്നാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതി വെക്കുന്നത്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറയുന്നത് സുലൈമാൻ സഖാഫി എഴുതി വെക്കുകയാണ്, സുജൂദ് അള്ളാഹുവിന് മാത്രമെന്ന് പറഞ്ഞ ആളാണ് സാക്ഷാൽ ഇബ്ലീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്ന ജിന്നാണ്. ആര്? ഇബ്ലീസ് എന്ന ജിന്ന്. ആ ജിന്ന് അള്ളാഹിനെ മാത്രം ആരാധിക്കും, റബ്ബിനെ മാത്രമേ ഞാൻ സുജൂദ് ചെയ്യൂ എന്ന് പറഞ്ഞുവെന്നും സുജൂദ് അള്ളാഹുവിന് മാത്രമെന്ന വാദം ഇബ്ലീസിന്റെ വാദമാണെന്നും പച്ചയായി എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞ കളവാണ്, തൗഹീദിനെ ആക്ഷേപിച്ചതാണ്. കാരണം ഞാൻ പറയുന്നു, ഞാൻ അല്ലാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യൂ. ഇത് ഇബ്ലീസിന്റെ വാദമാണോ? ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളും പറയുകയാണ്, സർവ്വ വിശ്വാസികളും പറയുകയാണ് സുജൂദ് അല്ലാഹുവിന് മാത്രമെന്ന്, അല്ലാഹുവിന് മാത്രമാണ് സുജൂദെന്ന്. പക്ഷേ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഇബ്ലീസ് ആകുന്ന ജിന്നിന്റെ പേരിൽ കളവ് പറഞ്ഞു. എന്താ കളവെന്നറിയുമോ? അതെ, സുജൂദ് അല്ലാഹുവിന് മാത്രമെന്ന് ഇബ്ലീസ് പറഞ്ഞു എന്ന്. ഞാൻ ചോദിക്കുന്നു, വെല്ലുവിളിക്കണം, അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന ഒരു വാചകമൊക്കെ എനിക്ക് ഫിറ്റ് ചെയ്യാം. ഞാൻ അതൊന്നും ഫിറ്റ് ചെയ്യാതെ വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞത് ശരിയാണോ? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ഈ വാദം ശരിയാണോ? സക്കരിയ സലാഹിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ വാദം തെറ്റാണ് എന്ന് ഞാൻ തെളിയിച്ചു തന്നു. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് സക്കരിയ സലാഹി തന്നെ പറയുന്നത് കേൾപ്പിച്ചു തന്നു. ഇനി സക്കരിയ സലാഹിക്ക് മാത്രമല്ല, AP അബ്ദുൽ ഖാദർ മൗലവിയാണെങ്കിലും അങ്ങനെ ഒരു വാദവുമായി വന്നാൽ അവർക്ക് മറുപടി പറയുന്നത് മുജാഹിദുകൾ തന്നെയായിരിക്കുമെന്നും പറഞ്ഞു. ഒരിക്കലും ആ രൂപത്തിൽ നിലപാട് മുജാഹിദുകൾക്കില്ല എന്നും പറഞ്ഞു. എന്നാൽ വളരെ വ്യക്തമായി പച്ചമലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇബ്ലീസിന്റെ പേരിൽ സുജൂദ് അല്ലാഹുവിന് മാത്രമെന്ന് ഇബ്ലീസ് പറഞ്ഞുവെന്ന്. തെളിയിക്കാൻ പറ്റുമോ? ഇനി മൈക്കെടുത്ത് ചോദിച്ചോളൂ. ഇപ്പോ അനസ് മൗലവി പറഞ്ഞത് സക്കരിയ സലാഹിക്ക് ആ വാദമില്ല എന്ന് പറഞ്ഞാൽ, ആ വാദം എന്ന് പറഞ്ഞാൽ ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമെന്ന വാദം ഇല്ല എന്ന് തെളിയിച്ചു എന്നാണ്. ഒരു കാര്യം നിങ്ങൾ ഇവിടെ തെളിയിച്ചു, അത് സക്കരിയ സലാഹി തോന്നുമ്പോൾ തോന്നുന്നത് പറയുന്ന ആളാണ് എന്ന് നിങ്ങൾ തെളിയിച്ചു. അതിന് സദസ്സിൽ നിന്ന് അല്ലാഹു അക്ബർ വിളിച്ചു. ഏതായാലും നന്നായി, അതേതാണ് പാസ്സാക്കി, അല്ലാഹു അക്ബറോടുകൂടി പാസ്സാക്കിയ നന്നായി. കാരണം ജർമ്മനിയിൽ നിന്ന് മരുന്നൊക്കെ കൊണ്ടുവരുന്ന കാര്യം പ്രസംഗിച്ചിട്ട് ഇന്ന് കേരളത്തിലും മറ്റേ എല്ലാ നാടുകളിലും ഈ വളരെ പ്രശസ്തമായിട്ട് ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഇത്രയും തൊലിക്കെട്ട് നിങ്ങൾ കാട്ടുന്നതിലാണ് എനിക്ക്. പിന്നെ തൗഹീദ് പറയുന്ന സമയത്ത് അത് നേതാക്കന്മാരായാലും ആരായാലും മുഖം നോക്കാതെ തൗഹീദ് പറയണം. അതാണ് യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാർ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഇവിടെ തെളിയിച്ചു, സക്കരിയ സലാഹി രണ്ടും പറയുന്നു. അല്ലെങ്കിൽ ഈ സദസ്സിലുള്ള ഒരു കുട്ടി ഒഴികെ എല്ലാവർക്കും അറിയാം സക്കരിയ സലാഹി ജിന്നെ സഹായിക്കുമെന്നും അതുപോലെ തന്നെ മരുന്നും അതുപോലത്തെ എന്തെല്ലാം പാർസൽ സർവീസിന് വരിക എന്നും എത്ര സ്പീഡ് കൊണ്ട് എത്തും, ഇതൊക്കെ സ്പീഡ് മീറ്റർ ഒക്കെ ഘടിപ്പിച്ചിട്ടുള്ള പ്രസംഗം സക്കരിയ സലാഹിന്റെ മുമ്പ് തന്നെ നടന്നതാണ്. അത് നിങ്ങൾ നിഷേധിച്ചാൽ ഏതായാലും ശരിയാവും. ഇനി പറയട്ടെ. അദ്ദേഹം പറഞ്ഞു, ഈ സദസ്സിലുള്ള ഒരു കുട്ടി ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം വാദമുള്ളത് അദ്ദേഹം ജിന്നോട് സഹായം തേടാന്ന് പറയുന്ന ആളാണ്. നിങ്ങൾക്ക് അങ്ങനെ വാദമുണ്ടോ? എന്താ അപ്പൊ ഇത് വെറുതെ ഇങ്ങനെ പറയാ? അവിടെ നിൽക്കുക. പല പ്രസംഗങ്ങളിലും ഉണ്ട്, പല പ്രസംഗങ്ങളിലും ഉള്ളത്. അത് സക്കരിയ സലാഹി പറഞ്ഞത് എന്താണ് എന്ന് അതിന്റെ പൂർണ്ണരൂപത്തിൽ കേൾക്കാതെ മനസ്സിലാക്കാതെ ആ വാദമുണ്ട് എന്ന് വരുത്തിയിട്ട് ആ രൂപത്തിൽ വിഷയം കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല. ഇനി സക്കരിയ സലാഹി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ വാദമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വാദമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ പിന്നെ എന്താ?
പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജിന്നോട് പ്രാർത്ഥിക്കുന്ന ആളാണ് വരുത്തി തീർക്കേണ്ടത്? ആ ദുർമോഹം മനസ്സിൽ വെച്ചാൽ മതി. ആ ദുർമോഹം വേണ്ടതില്ല. അവിടെ ഇരിക്കൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ദുർമോഹം വേണ്ടതില്ല. പല സീഡിയിൽ പലതും പറഞ്ഞ് തൊലിക്കട്ടി. ഏതായിരുന്നാലും നമുക്കിപ്പോ ഏതായാലും ഈ രൂപത്തിലൊരുത്തർ തൊലിക്കട്ടി പരിശോധിക്കുന്ന വകുപ്പിലല്ലാത്തത് കൊണ്ട് എത്രയാണ് തൊലിക്കട്ടി എന്നും പറയാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല. ഇത്രയും ഒരു മാന്യമായ സദസ്സിൽ ആ രൂപത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് ശരിയല്ല എന്ന് വളരെ സ്നേഹത്തോടെ സൂചിപ്പിക്കുകയാണ്. കാരണം വെച്ചാൽ ഈ മുസ്ലിയാക്കന്മാരുടെ പ്രസംഗം കേട്ട് ശീലിച്ചാൽ അതൊക്കെ ഉണ്ടാവും. അത് ഇടയ്ക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. ഇതിങ്ങനെ കേട്ട് കേട്ട് കേട്ട്. അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആകരുത്. മാക്സിമം എന്തെടുക്കണം, മര്യാദ കാണിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഒരു ആൾക്ക് ചോദിക്കാം, മുജാഹിദുകളുടെ വാദം എന്താണ്? ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നാണോ, സഹായം തേടാമെന്നാണോ? അല്ല എന്ന് വളരെ വ്യക്തമായി തെളിവുദ്ധരിച്ച്, ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ച്, ഹദീസ് ഉദ്ധരിച്ച് കണിശമായി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ വിഷയത്തിൽ സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ടോ? അനസ് മൗലവിക്ക് അങ്ങനെ വാദമുണ്ടോ? ഹനീഫ് കായക്കൊടിക്ക് വാദമുണ്ടോ? കാന്തപുര അബൂബക്കർ മുസ്ലിക്ക് അങ്ങനെ വാദമുണ്ടോ? പേരോട് സക്കാഫിക്ക് അങ്ങനെ വാദമുണ്ടോ? അത് അവരവരെ വിളിച്ച് ചോദിക്കാവുന്നതേ ഉള്ളൂ. അവരവരെ വിളിച്ചാ ചോദിക്കേണ്ടത്. എന്നിട്ട് അവിടെ നിന്നാണ് മറുപടി കിട്ടേണ്ടത്. ഇത് വളരെ വ്യക്തമായി ഇബ്ലീസിന്റെ പേരിൽ കളവ് പറഞ്ഞതാണ് സൂചിപ്പിച്ചത്. ഇബ്ലീസിന്റെ പേരിൽ. അതാണ് ഇവിടുത്തെ മർമ്മം. അതാണ് എന്റെ സുഹൃത്ത് ചിന്തിക്കേണ്ടത്, എന്റെ സുഹൃത്ത് ചോദിക്കേണ്ടത്. സുജൂദ് ആർക്കാണെന്ന വിഷയത്തിൽ വരെ തീരാനായിട്ടില്ല. സുജൂദ് ആർക്കാണെന്നത് വരെ തീരുമാനമായിട്ടില്ല. ഞാൻ എന്റെ സുഹൃത്തിനോട് ചോദിക്കുന്നു, ആർക്ക് മുന്നിൽ സുജൂദ് ചെയ്യണം? എന്റെ സുഹൃത്തിന് പറയാൻ ധൈര്യമുണ്ടോ? ആർക്കാണ് സുജൂദ് ചെയ്യേണ്ടത്? അള്ളാഹുവിന് മാത്രമാണോ? എങ്കിൽ അള്ളയല്ലാത്തവർക്ക് ഒരാൾ സുജൂദ് ചെയ്താൽ എന്താണ് അവന്റെ വിധി? എന്താ വിധി പറയാൻ പറ്റുമോ? അതിൽ വരെ തീരുമാനമായിട്ടില്ല. അവരെ ജിന്നിനോട് സഹായം തേടി ചോദിക്കാൻ വന്നത്. എന്താ പറഞ്ഞത്? ആർക്ക് സുജൂദ് ചെയ്യണമെന്ന വിഷയത്തിൽ തീരുമാനമാകാത്തവരാണോ ഞങ്ങളോട് ജിന്നിനോട് സഹായം തേടാമോ ഇല്ലയോ എന്ന് ചോദിച്ചു വരുന്നത്? നിങ്ങൾ ചോദിച്ചാലും ഞങ്ങൾക്ക് മറുപടിയുണ്ട്. ജിന്നോട് സഹായം തേടാമോ? പറ്റൂല. വളരെ വ്യക്തമായി ഞങ്ങൾ പറയുന്നു, പറ്റുകയില്ല. അതിന് തെളിവില്ല. എന്നാൽ സുജൂദ് ആർക്കാണ് സുജൂദ്? ആ സുജൂദ് ഒരാൾ അല്ലാത്തവർക്ക് കൊടുത്താൽ അവന്റെ ഹുക്കം എന്താണ്? ആ വിഷയത്തിൽ വരെ തീരുമാനമായിട്ടില്ല. സുജൂദ് അള്ളക്ക് മാത്രം ഒരാൾ പറഞ്ഞത് ഇബ്ലീസിന്റെ വാദമാണ്. സുജൂദ് അള്ളക്ക് മാത്രമെന്നത് ഇബ്ലീസിന്റെ വാദമാണ്. ഇതാണ് അടിസ്ഥാനപരമായ വിഷയം. മിണ്ടാൻ കഴിയുന്നുണ്ടോ? കഴിയില്ല. തെളിയിക്കാൻ പറ്റുമോ? പറ്റൂല. ഒരു മനുഷ്യൻ തർക്കമില്ലാത്ത മേഖലയിൽ വരെ തർക്കം വലിച്ചിട്ട് അള്ളാഹുവിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കുന്ന വഴിയിലേക്കാണ് ഇത്തരം ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ചോദിക്കട്ടെ.